ആശുപത്രി കിടക്കയിൽ നിന്നുള്ള വീഡിയോ പങ്കുവച്ച നടൻ ബാലയുടെ മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ. താൻ മരിച്ചാൽ അതിന് ഉത്തരവാദി ബാലയും കുടുംബവും എന്നാണ് എലിസബത്ത് വീഡിയോയിൽ പറയുന്നത്. മുഖ്യമന്ത്രിയും പോലീസ് മേധാവിയുമെല്ലാം തന്റെ പരാതികൾ അവഗണിച്ചു. മരിക്കും മുൻപെങ്കിലും നീതി കിട്ടുമോ എന്നും എലിസബത്ത് ചോദിക്കുകയാണ്. അപർണ കാർത്തികയും ലേബി സജീന്ദ്രനും വിവരങ്ങളുമായുണ്ട്. ആദ്യം ആ വീഡിയോ കാണാം. അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ആ പുള്ളി തന്നെയാണ്. ഞാൻ ചീഫ് മിനിസ്റ്ററിൻ്റെ കംപ്ലയിൻറ്റ് കൊടുത്തു, പോലീസിൻ്റെ കംപ്ലയിൻറ്റുകൾ അക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും എൻ്റെ കംപ്ലയിൻറ്റ് മോളിന് താഴത്തേക്ക് നോളം ഡിവൈസ് ഓഫീസിലെത്തി. ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു. പിന്നെ അതിൻ്റെ റിസൾട്ട് അറിയില്ല. കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട്. കുറേ തവണ വക്കീലും പ്രസൻ്റ് ആയില്ല, പ്രതി ഇയാളും പ്രസൻ്റ് ആയില്ല. പിന്നെ നീതി ഇങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഷാവാണെങ്കിൽ ഈ ഒരാൾ മാത്രം കാരണമുള്ളൂ. എന്നെ ചീറ്റ് ചെയ്തു, പിന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്തു, മീഡിയയിൽ ഡിഫെയിം ചെയ്തു. അയാൾ മാത്രമല്ല, അയാളുടെ ഫാമിലി മൊത്തം. ആദ്യം അപർണ കാർത്തികയിലേക്ക്. അപർണ, ഇപ്പോൾ എലിസബത്തിന്റെ വീഡിയോ ഇപ്പോൾ നമ്മൾ കാണുന്നു. അവർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് അവർക്ക് പറ്റിയത്? എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്? സ്മൃതി, പലപ്പോഴായി നമുക്കെല്ലാവർക്കും അറിയാം, പലപ്പോഴായി ബാലയുമായിട്ടുള്ള നിയമയുദ്ധം ഇവർ പലതരത്തിൽ നടക്കുന്നുണ്ട്. അതിനെല്ലാം ഉപരി അവരതിനെല്ലാം മറികടന്നുകൊണ്ട് തന്നെ ഇപ്പോൾ അഹമ്മദാബാദിൽ, നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്, അവർ അഹമ്മദാബാദിൽ MT ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഗുരുതരമായ ആരോഗ്യസ്ഥിതിയെ തുടർന്ന് അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയോ, അഹമ്മദാബാദിലെ ആശുപത്രിയിൽ തന്നെയാണ് അവരുള്ളത്. ഏത് ആശുപത്രിയാണ് എന്നവർ വ്യക്തമാക്കിയിട്ടില്ല. തൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, എന്തെങ്കിലും കാരണവശാൽ തൻ്റെ ജീവൻ നഷ്ടമാവുകയാണെങ്കിൽ അതിന് ഉത്തരവാദി തൻ്റെ മുൻ പങ്കാളിയായ ബാലയും അയാളുടെ കുടുംബവും തന്നെയായിരിക്കും. അതിനുള്ള എല്ലാ കാരണവും നിരത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് അവർ പറയുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പലതരത്തിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് തനിക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിയമത്തിൻ്റെ വഴി തേടിയത്. പക്ഷേ അവിടെയും തനിക്ക് യാതൊരു നീതിയും കിട്ടിയിട്ടില്ല. നിയമ സംവിധാനങ്ങൾ പലപ്പോഴും ബാലയ്ക്കൊപ്പം നിന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും DGPക്കും നേരിട്ട് പരാതി നൽകിയിട്ടും യാതൊരു ഇടപെടലും ഉണ്ടായില്ല എന്ന ഗുരുതരമായ ആരോപണങ്ങൾ എലിസബത്ത് ഉദയൻ ഉന്നയിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം, തന്നെ ജീവിക്കാൻ ഒരു തരത്തിലും അനുവദിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യമായി പറയുന്ന ഒന്ന്, താൻ ഭാര്യയല്ല എന്ന് ബാല നിരന്തരം പറയുന്നു. വിവാഹം കഴിച്ചതാണ്, റിസപ്ഷൻ നടത്തിയതാണ്, സോഷ്യൽ മീഡിയയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തെളിവുകളുമുണ്ട്. അതുകൂടാതെ വിവാഹ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ തൻ്റെ കൈവശമുണ്ട്. എന്നിട്ടും നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ വന്ന് താൻ ഒരു മോശം സ്ത്രീയാണ് എന്ന തരത്തിലുള്ള പരാമർശം ബാല നടത്തിക്കൊണ്ടിരിക്കുന്നു. നിയമ സംവിധാനങ്ങളെ പോലും അയാൾ വിലക്കെടുക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും എലിസബത്ത് ഉദയൻ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും എലിസബത്തിൻ്റെ ഈ വാദഗതികൾ പൂർണ്ണമായും തള്ളിക്കളയാനാവുകയില്ല. ആശുപത്രി കിടക്കയിലുണ്ട്, ആരോഗ്യസ്ഥിതി മോശമാണെന്ന് പറയുമ്പോൾ തന്നെ അത് ഏത് തരത്തിലാണ്, അവർ മറ്റെന്തെങ്കിലും കാര്യമായ അസുഖത്തിന്റെ പിടിയിലാണോ എന്നതൊന്നും പറയുന്നില്ല. വ്യക്തമാവേണ്ടത്. ലേബി സംസാരിച്ചിരിക്കുന്നു എലിസബത്തിനോട്. ലേബി, ഇപ്പോൾ എന്താണ് എലിസബത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം? അവർ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് വേണം മനസ്സിലാക്കാൻ. ആശുപത്രി കിടക്കയിൽ അവരെങ്ങനെ എത്തി എന്നുള്ള ചോദ്യമുണ്ട്. നിരന്തരമായി താൻ ഫൈറ്റ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ആ യുദ്ധം ഏത് തരത്തിലാണ്? നിയമയുദ്ധം നടത്തുന്നതെന്നാണോ? ഇതിനിടയ്ക്ക് തന്നെ ബാലയിൽ നിന്നും ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നാണോ? വിശദീകരിക്കുന്നുണ്ടോ ലേബി ഇക്കാര്യം? സ്മൃതി, ഇന്നലെ വൈകിട്ട് 5:30 അഹമ്മദാബാദിലെ BJ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് മുറിയിൽ വച്ച് അമിതമായി ഗുളിക കഴിച്ച അവശനിലയിലായ എലിസബത്തിനെ സഹപ്രവർത്തകർ കണ്ടെത്തിയത്. അതേ തുടർന്ന് ആ ആശുപത്രിയിൽ തന്നെ, മെഡിക്കൽ കോളേജിൽ തന്നെ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് എലിസബത്ത് ഉദയൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എലിസബത്ത് പറയുന്നത് ഇപ്രകാരമാണ്. അത് ആത്മഹത്യാ ശ്രമം തന്നെയായിരുന്നു എന്നത് വ്യക്തമാണ് സ്മൃതി. ഇതിൽ ഈ ആത്മഹത്യാ ശ്രമത്തിലേക്ക് എലിസബത്തിനെ നയിച്ചത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് എലിസബത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത്തരത്തിൽ നിയമപരമായി ഇപ്പോൾ അപർണ സൂചിപ്പിച്ചതുപോലെ നിയമ പോരാട്ടം ഒരു വശത്തുകൂടി എലിസബത്ത് നടത്തുന്നുണ്ട്. അതിൻ്റെ മറുഭാഗത്തുകൂടി വൈകാരികമായി അത് അതിജീവിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. രണ്ടിടത്തും അവർ പരാജയപ്പെടുന്ന പോലത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ട് എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. കാരണം മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ പരാതി
പരാതി നൽകിയതിൽ ഒരു നിയമ നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും അസ്തമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് കാര്യങ്ങൾ. കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്നും ഇത്തരത്തിൽ ബാല ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോ ചെയ്യുമ്പോൾ അതിൽ എലിസബത്തിന്റെ പേര് ഉപയോഗിക്കരുത് എന്ന് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ബാല പാലിക്കുന്നില്ല. നിരന്തരമായി എലിസബത്തിന് മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ ബാലയുടെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, നിയമപരമായി പോരാട്ടം നടത്തുമ്പോൾ അത് വേണ്ട രീതിയിലുള്ള പ്രയോജനത്തിലേക്ക് എത്തുന്നില്ല. ഇതൊക്കെ അവരെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഒപ്പമാണ് ഇപ്പോൾ പല സന്ദർഭങ്ങളിലും പഴയ പല കാര്യങ്ങളും ഓർക്കേണ്ട മാനസികാവസ്ഥയിലേക്ക് താൻ കടന്നു പോകുന്നു. ഇതൊക്കെ അതിജീവിക്കാനുള്ള ഒരു ഉൾക്കരുത്തില്ല. വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് എലിസബത്ത് നമ്മളോട് പ്രതികരിച്ചത്. ഏതായാലും ഈ ഒരു കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് അവർ ഈ രീതിയിൽ. എലിസബത്തിന്റെ വാക്കുകൾ, ഈ പ്രതികരണങ്ങളും സർക്കാരിന്റെ ശ്രദ്ധയിലും പെടേണ്ടതാണ്. കാരണം ഇത് DGPക്കും മുഖ്യമന്ത്രിക്ക് അടക്കം നൽകിയ പരാതികളിൽ തനിക്ക് അനുകൂലമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ വിഷമത്തോടെ പറയുന്നത്. ഒരു ആത്മഹത്യാ ശ്രമത്തിന് ശേഷം നടത്തിയിരിക്കുന്ന വീഡിയോ ആണ്. സർക്കാർ ഗൗരവത്തിൽ കേൾക്കേണ്ട കാര്യങ്ങളാണ്.